എല്ലാ സുഹൃത്തുക്കൾക്കും വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് GST അമ്നിസ്റ്റി സ്കീം 2024 എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാം, GST തുടങ്ങിയ കാലഘട്ടത്തിൽ 2017 മുതൽ തന്നെ നമുക്ക് ഒരുപാട് ടെക്നിക്കൽ ഗ്ലിച്ചസ്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റുകൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കച്ചവടക്കാർ, ടാക്സ് പേയേഴ്സ് ആയാലും ടാക്സ് പ്രൊഫഷണൽസ് ആയാലും നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഒരു പരിഹാരമായിക്കൊണ്ട് 53ാം GST കൗൺസിൽ ടാക്സ് പേയേഴ്സിന് വളരെ ആശ്വാസകരമായ അമ്നിസ്റ്റി സ്കീം ഇറക്കുകയുണ്ടായി. 2 അമ്നിസ്റ്റി സ്കീമാണ് നമ്മുടെ GST ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയത്. അതിൽ ഒന്ന് GSTയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അമ്നിസ്റ്റിയും, അതുപോലെ ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി വേവ് ചെയ്തുകൊണ്ടുള്ള 128A എന്ന് പറയുന്ന ഒരു അമ്നിസ്റ്റി സ്കീമും. ഇതിൽ ഇന്ന് നാം 2 പാർട്ടായിട്ടാണ് ഈ ഒരു അമ്നിസ്റ്റി സ്കീം ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 16(5), 16(6) എന്ന ഒരു ടൈം ലിമിറ്റുമായി, ഇൻപുട്ട് ടാക്സിന്റെ ടൈം ലിമിറ്റുമായി ബന്ധപ്പെട്ട അമ്നിസ്റ്റി സ്കീമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആർക്കാണ് ഇതിന്റെ എലിജിബിലിറ്റി കിട്ടുന്നത്, ഇത് ആരൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് പോർട്ടൽ വഴി ചെയ്യേണ്ടത്, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചർച്ച ചെയ്യാം. ആദ്യം സെക്ഷൻ 16(5) ടൈം ലിമിറ്റ് ഫോർ ടേക്കിംഗ് ITC 17-18 മുതൽ 20-21 വരെയുള്ള കാലയളവിലെ ഇൻവോയ്സ്, ഡെബിറ്റ് മെയിൽ എന്നിവയിന്മേലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവയിൽ ചെയ്യാനുള്ള അവസാന സമയപരിധി 30/11/2021 ആക്കാനായി റെക്കമെൻഡ് ചെയ്തു. പ്രസ്തുത റെക്കമെൻഡേഷൻ ഫൈനാൻസ് ആക്ട് 2024 നമ്പർ 2 ഡേറ്റഡ് 16/8/2024 സബ്സെക്ഷൻ 16(4) ശേഷം 16(5) എന്ന സബ്സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു അമ്നിസ്റ്റി കൊണ്ടുവന്നിട്ടുള്ളത് ഫൈനാൻസ് ആക്ട് സെക്ഷൻ നമ്പർ 118. അതുപോലെ തന്നെ മറ്റൊരു അമ്നിസ്റ്റി സ്കീമാണ് സെക്ഷൻ 16(6). 1/7/2017 മുതൽ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ആയ ഡേറ്റ് മുതൽ രജിസ്ട്രേഷൻ ഇഫക്റ്റീവ് ആകുന്ന ഡേറ്റ് വരെയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവോക്കേഷൻ ഓർഡർ ലഭിച്ച് 30 ദിവസങ്ങൾക്കുള്ളിൽ റിട്ടേൺസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്ലെയിം കിട്ടാവുന്നതാണ്. ഈ ഒരു 2 സെക്ഷനാണ് 16(5)ഉം 16(6)ഉം. നമുക്ക് ഇന്നെലിജിബിൾ ആയ ITC എലിജിബിൾ ആക്കാനായി ടാക്സ് പേയേഴ്സിന് വളരെ ആശ്വാസകരമായി GSTയുടെ 53ാം കൗൺസിൽ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഏതാണ്, സർക്കുലർ ഏതാണ്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയൊക്കെ കുറിച്ച് നമ്മൾ വിശദമായി നോക്കും. അതിനുശേഷം നമ്മൾ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട വിധവും കൂടി ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ സർക്കുലർ അഡ്വൈസറി ഇതൊക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റൻഷൻ ഓഫ് ടൈം ലിമിറ്റ് ടു അവൈൽ ITC സെക്ഷൻ 16(5) സെക്ഷൻ 16(6) നോട്ടിഫിക്കേഷൻ 22/2024 ഡേറ്റഡ് 8/10/2024. അതുപോലെ അത് പറയുന്നത് സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ പ്രൊസീജിയർ ഫോർ അവൈലിംഗ് ദി ബെനിഫിറ്റ് ഓഫ് സെക്ഷൻ 16(5) ആൻഡ് 16(6). അപ്പോൾ സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ പ്രൊസീജിയർ ആണ് നമുക്ക് അവയിൽ തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ട് 16(4) പ്രകാരം നമുക്ക് ഇന്നെലിജിബിൾ ആയി, നമ്മൾ വൈകി ചെയ്തത് ഇന്നെലിജിബിൾ ആയത് എലിജിബിൾ ആക്കാനായി ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ പ്രൊസീജിയർ വഴിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. CBSE സർക്കുലർ, ഇതിന്റെ സർക്കുലർ 237/31/2024 ഡേറ്റ് 15/10/2024. വേരിയസ് ക്ലാരിഫിക്കേഷൻസ് റിലേറ്റിംഗ് ടു ഇംപ്ലിമെന്റിംഗ് സെക്ഷൻ 16(5) ആൻഡ് സെക്ഷൻ 16(6). ഇതിൽ ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ചെയ്യും, ആർക്കാണ്, അപ്പീൽ പെൻഡിങ് ആണെങ്കിൽ എങ്ങനെയാണ്, പോർട്ടൽ എങ്ങനെയാണ്, അപ്പൊ അതിനെയൊക്കെ കുറിച്ച് വിശദമായി നമുക്ക്
പറഞ്ഞു തരുന്ന ഒരു സർക്കുലറാണ് 237 എന്നുള്ള സർക്കുലർ. ഇതുമായി ബന്ധപ്പെട്ട ഇത് പോർട്ടൽ ഇനേബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു അഡ്വൈസറി ഇറങ്ങിയുണ്ടായി ജാനുവരി 7-ാം തീയതി. അഡ്വൈസറി ഡേറ്റ് ജാനുവരി 7, enabling filing of application for rectification as per notification 22/2024 dated 8/10. This amendment retrospectively effective from 1/7/2017 1/7/2017 മുതൽ ഇതിന് പ്രാബല്യത്തിലുണ്ട്. നോട്ടിഫൈഡ് വിത്ത് ഇഫക്റ്റ് ഫ്രം 27/9/2024 27/9/2024 ഇത് വിത്ത് എഫക്റ്റ് ഫ്രം നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് GST തുടങ്ങിയ കാലഘട്ടം തൊട്ട് 4 വർഷത്തേക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലറും നോട്ടിഫിക്കേഷനും അഡ്വൈസറി. ഈ നോട്ടിഫിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും സർക്കുലറും നമുക്കൊന്ന് പരിചയപ്പെടാം. നോട്ടിഫിക്കേഷൻ നമ്പർ 22/2024 8/10/2024 ഈ ദിവസത്തിൽ ഇറങ്ങിയ ആണ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ. This said person shall file ഈ ഇങ്ങനെയുള്ള ഇന്നെലിജിബിൾ ITC സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകി എലിജിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോമൺ പോർട്ടലിൽ ദിസ് സെഡ് പേഴ്സൺ ഷാൾ ഫയൽ ഇലക്ട്രോണിക്കലി ഓൺ ദി കോമൺ പോർട്ടൽ വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ദിസ് നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ്റെ അതായത് 8/10 മുതൽ 6 മാസത്തിനുള്ളിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നാം പോർട്ടലിൽ നൽകേണ്ടത്. അതായത് ഏപ്രിൽ 7-ാം തീയതിയോട് കൂടി നമ്മുടെ സമയം അവസാനിക്കും. ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ റെക്ടിഫിക്കേഷൻ of an order issued under ഏതൊക്കെ സെക്ഷൻ ആണ് 73, സെക്ഷൻ 74, സെക്ഷൻ 107 ആൻഡ് സെക്ഷൻ 108 എന്നീ സെക്ഷനിൽ പെട്ട ഓർഡറുകൾക്ക് എഗെയിൻസ്റ്റ് നമുക്കൊരു റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. നമ്മുടെ 16(4) ബന്ധപ്പെട്ട ഓർഡർ ആയിട്ടുള്ളതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെക്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് നമുക്ക് DRC 07 ആണെങ്കിൽ DRC 08 നമുക്ക് തിരികെ ഓർഡർ കിട്ടുന്നത്. അതുപോലെ അപ്പീൽ ഫയൽ ചെയ്ത് ഓർഡർ ആയവരാണെങ്കിൽ APL 04 ഇതിൻ്റെ ഓർഡർ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ. സെക്ഷൻ 148 ആണ് ഈ ഒരു സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ഓർഡർ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സെക്ഷൻ പ്രകാരമാണ് നമ്മൾ ആപ്ലിക്കേഷൻ നൽകുന്നതും നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ഓർഡർ ലഭിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ സർക്കുലർ ഏതാണെന്നൊന്ന് പരിശോധിക്കാം. സർക്കുലർ നമ്പർ 237. കാരണം നോട്ടിഫിക്കേഷൻ ഇറങ്ങി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ടാക്സ് പ്രൊഫഷണൽസിനായാലും ടാക്സ് പേയേഴ്സിനായാലും ഉണ്ടായി. അപ്പോൾ അത് ദൂരീകരിക്കുന്നതിനായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട സബ്സെക്ഷൻ 5 16(5)ഉം 16(6)ഉമായിട്ടുള്ളതിൻ്റെ സംശയങ്ങൾ ഈ സെക്ഷനിൽ നമുക്ക് ഈ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കുന്നതിന് ഇങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങിയുണ്ടായി. ഇതിൽ പറയുന്നുണ്ട് പെർറ്റൈനിങ് ടു ഫൈനാൻഷ്യൽ ഇയേഴ്സ് 17, 18, 18, 19, 19, 20 ആൻഡ് 2021 4 വർഷത്തേക്കാണ്. അപ്പോൾ പലർക്കും ഈ ഒരു 2 അമിനിസ്റ്റിയുമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. 3 വർഷമാണോ 4 വർഷമാണോ? നമ്മുടെ ഇൻട്രസ്റ്റ് പെനാൽറ്റി വേവിനെസ് ആണെങ്കിൽ 3 വർഷം 17, 18, 18, 19, 19 3 വർഷവും. നമ്മുടെ സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ആണെങ്കിൽ 4 വർഷം, അതായത് 2020-21 വരെയുള്ള ഓർഡറുകൾക്ക് എഗെയിൻസ്റ്റ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. അതിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 39 വിച്ച് ഈസ് ഫയൽഡ് അപ് ടു 30th November 2021. അതായത് നമ്മുടെ ഈ പറയുന്ന ഓർഡറുകളെല്ലാം തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന റിട്ടേൺ ഫയലിംഗ് പീരീഡ് 30th November 2021 ഫയൽ ചെയ്തിട്ടുള്ള ITC ക്ലെയിമുകൾക്കാണ് ഈ ഒരു എലിജിബിലിറ്റി ഉള്ളത്, സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ നൽകാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ആർക്കാണ് ഫയൽ ചെയ്യേണ്ടത്? ഇതിന് റീഫണ്ട് ഓൾറെഡി അടച്ചിട്ടുള്ളവർക്ക് ക്രെഡിറ്റ് വഴി റിവേഴ്സ് ചെയ്യുകയോ ക്യാഷ് ലെഡ്ജർ വഴി അടച്ചിട്ടുള്ളവർക്കോ റിവേഴ്സ് നോ റീഫണ്ട് എന്ന് ഈ ഒരു സർക്കുലറിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ആർക്കൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് വൈസ് ചർച്ച ചെയ്യുന്നതാണ്. ഈ ഒരു സർക്കുലർ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ഇത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്തത്. ഇതിൽ നോട്ടീസ് പെൻഡിങ് ആണെങ്കിൽ എങ്ങനെയാണ്, 73, 74 ഓർഡർ ലഭിച്ച അവരെങ്ങനെയാണ്, ഇനി APL 04
നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് 107 108 അനുസരിച്ച് കിട്ടിയിട്ടുണ്ട്, അവരെങ്ങനെയാണ് പോർട്ടലിൽ ഇത് നൽകേണ്ടത് എന്നൊക്കെ ഇതിൽ വിശദമായി ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ അല്ല, ഞങ്ങൾക്ക് പെൻഡിങ് ആണ്, അപ്പീൽ പെൻഡിങ് ആണ്, നോട്ടീസ് പെൻഡിങ് ആണ്, അങ്ങനെയുള്ളവരെങ്ങനെയാണ് എന്നുള്ളത് അവർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നതാണ്. ഇതുമായിട്ട് ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ സർക്കുലറും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്തത്. ഇനി നമുക്കിതിന്റെ പോയിന്റ്സ്, എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഒരു റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകുന്നതിനായിട്ട് അതിനു മുൻപ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പോർട്ടലിൽ ഇത് ലോഗിൻ ചെയ്ത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നത് പ്രാക്ടിക്കലായിട്ട് ഞാൻ ഷെയറും കൂടി ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ആദ്യം കണ്ടു ഈ ഒരു 16.5 ഇതിന്റെ നോട്ടിഫിക്കേഷൻ. ഇതാണ് നമ്മളിപ്പോൾ വെരിഫൈ ചെയ്തത്. നോട്ടിഫിക്കേഷൻ 22 237 നമ്മുടെ അഡ്വൈസറി, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ് അണ്ടർ സെക്ഷൻ 16.5. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ GSTR 3B ഫയലിംഗ് സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നവംബർ 2021 നവംബർ 30 2021 ഈ പറയുന്ന തുടക്കം തൊട്ട് 17 18 18 19 19 20 20 21 ഈ വർഷങ്ങളിലെ ITC നമ്മൾ ഈ വിത്തിൻ ടൈം പീരീഡ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു ഒറ്റ പോയിന്റിലാണ് ഈ ഒരു റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അതിന് നമുക്ക് അപ്ലോഡ് നമ്മുടെ പോർട്ടലിൽ തന്നെ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. GST പോർട്ടലിൽ സെർച്ച് ടാക്സ് പെയറിൽ സെർച്ച് ബൈ GSTN കൊടുത്താൽ അവിടെ ഫയലിംഗ് ടേബിൾ കാണും. അവിടെ ഫൈനാൻഷ്യൽ ഇയർ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഈ രീതിക്ക് ഒരു ഫയലിംഗ് ചെയ്ത സ്റ്റാറ്റസ്, ഫയലിംഗ് ഡീറ്റെയിൽസ് ഓഫ് GSTR 3B എന്ന് പറഞ്ഞ് GSTR 3B ഫയലിംഗ് സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതും കൂടി നമുക്ക് ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആവാൻ വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 148 ഓഫ് CGST ആക്ട് അപ്ലൈസ് ഫോർ ഓർഡേഴ്സ് അഗെയിൻസ്റ്റ് വിച്ച് നോ ഓർഡേഴ്സ് ഓർ അപ്പീൽസ് ആർ പെൻഡിങ്. ഒരു ഓർഡറോ അപ്പീലോ പെൻഡിങ് അല്ലാത്ത ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് ഈ ഒരു റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഒരു ഓർഡറായി പെൻഡിങ് കേസുകൾക്കൊന്നും നൽകേണ്ട, ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് ഇത് നൽകുന്നത്. ഓർഡർ പാസ്ഡ് ബൈ DRC 07 ബട്ട് നോ അപ്പീൽ ഫയൽഡ്. ഫസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല, DRC 07 ഓർഡർ ആണ് പെൻഡിങ്. അതുപോലെ APL 04 നമ്മൾ അപ്പീൽ കൊടുത്തു, അത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് APL 04 ഓർഡർ കിട്ടി. അങ്ങനെയുള്ള കേസുകൾ, എന്നാൽ നമ്മൾ ട്രൈബ്യൂണലിൽ ഫയൽ ചെയ്തിട്ടില്ല, ആ ഓർഡറിന് എഗെയിൻസ്റ്റും നമുക്ക് ഈ ഒരു റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. രണ്ട് പോയിന്റ് നമ്മൾ പറഞ്ഞു. ആദ്യം ഫയലിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. രണ്ടാമത് നമ്മളുടെ ഓർഡർ ആണോ, നമ്മുടെ കയ്യിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, പെൻഡിങ് ആണോ ഓർഡർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് ഇത് നൽകുന്നത്. ഇനി അപ്പീൽ ഫയൽ ചെയ്യാത്ത കേസുകൾക്ക് DRC 07 73 74 കിട്ടി, അപ്പീൽ ഫയൽ ചെയ്യാത്ത കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പോർട്ടലിൽ എങ്ങനെയാണിത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഞാൻ സർക്കുലറിൽ കാണിച്ചല്ലോ. സർക്കുലറിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് തന്നെ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് അത് മാത്രമായിട്ട് ക്രിസ്പി ആയിട്ട് പറയുന്നു. ക്ലിക്ക് ഡാഷ്ബോർഡ് സർവീസസ് യൂസർ സർവീസ്, അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് ഓർഡർ എന്നുള്ള ഒരു ലിങ്ക് കിട്ടും. അതുവഴി നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻ നൽകുമ്പോഴാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഓർഡർ ലഭിക്കുന്നത് DRC 08 ഓർഡർ കിട്ടുന്നത്. ഇനി ഇതിന്റെ അടുത്തത് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അപ്പീൽ ഫയൽ ചെയ്തു, നമുക്ക് എഗെയിൻസ്റ്റ് ഓർഡർ കിട്ടി 107. അത് നമ്മൾ എങ്ങനെയാണ്, അതിനകത്ത് ഒരു വ്യത്യാസമുള്ളത്, നമ്മൾ യൂസർ സർവീസിൽ അഡീഷണൽ നോട്ടീസ് ആൻഡ് ഓർഡേഴ്സിൽ പോയിട്ട് അവിടെ നമുക്കൊരു വ്യൂ ഹൈപ്പർ ലിങ്ക് കിട്ടും. അവിടെ ആപ്ലിക്കേഷൻസിൽ പോയി ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യേറ്റ് റെക്ടിഫിക്കേഷൻ ലിങ്ക് എന്ന് പറയുന്ന ഒരു ലിങ്ക് കിട്ടും. അതുവഴിയാണ് നമ്മൾ അപ്പീൽ ഓർഡർ ആയ കേസുകൾക്ക് റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അവിടെ നമുക്ക് ഓർഡർ ലഭിക്കുന്നത് APL 04 നമുക്ക് 3 മാസത്തിനകത്താണ് ഈ ഒരു റെക്ടിഫിക്കേഷൻ ഓർഡർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അതോറിറ്റി നൽകേണ്ടത്, ജുറിഡിക്ഷൻ നൽകേണ്ടത്.
അപ്പോൾ നമ്മളിപ്പോൾ 2 കേസ് നോക്കി. 73, 74 ഓർഡറിൽ എങ്ങനെ നമ്മൾ പോർട്ടലിൽ കൊടുക്കണം, അപ്പീൽ ഓർഡർ ആണെങ്കിൽ എങ്ങനെ കൊടുക്കണം. ഇനി 108, 107 നമ്മൾ നോക്കി. ഇനി അടുത്ത 108ലാണ് നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ അവിടെയും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. യൂസർ സർവീസിൽ പോകുക, അഡീഷണൽ നോട്ടീസ് ആൻഡ് ഓർഡേഴ്സിൽ പോവുക. അവിടെ നമുക്ക് വ്യൂ ഹൈപ്പർ ലിങ്ക് കിട്ടും. അവിടെ നോട്ടീസസ് ടാബ്, ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് നോട്ടീസസ് എന്നുള്ള ടാബിൽ പോയി അവിടെ നമുക്ക് ഈ ഒരു ഹൈപ്പർ ലിങ്ക് ഓർഡേഴ്സ് കിട്ടും. ഇനിഷ്യേറ്റ് റെക്ടിഫിക്കേഷൻ ലിങ്ക് എന്നുള്ള ലിങ്ക് വഴി തന്നെയാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 107ലും 108ലും ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ആപ്ലിക്കേഷൻ ലിങ്ക് ആണെങ്കിൽ ഇവിടെ നമുക്ക് നോട്ടീസസ് എന്നുള്ള ടാബിൽ വഴിയാണ് നമുക്ക് ആ ഒരു ലിങ്ക്, ഇനിഷ്യേറ്റ് റെക്ടിഫിക്കേഷൻ ലിങ്ക് ലഭിക്കുന്നത്. അവിടെയും APL 04ൽ തന്നെ നമുക്ക് ഓർഡർ കിട്ടും. അപ്പം ഈ 3 സ്റ്റേജിൽ ഓർഡർ ഉള്ള സ്റ്റേജിൽ എങ്ങനെയാണ് പോർട്ടലിൽ ഇത് ആപ്ലിക്കേഷൻ നൽകേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പെൻഡിങ് കേസുകൾ. ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്, എൻ്റെ ഓർഡർ പെൻഡിങ് ആണ്, അല്ലെങ്കിൽ എൻ്റെ നോട്ടീസ് പെൻഡിങ് ആണ്, എൻ്റെ അപ്പീൽ ഓർഡർ പെൻഡിങ് ആണ്, DRC 07 പെൻഡിങ് ആണ്. അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് ഞാൻ ഈ ഒരു റെക്ടിഫിക്കേഷൻ നൽകേണ്ടതുണ്ടോ, എങ്ങനെ നൽകും? ഈ പെൻഡിങ് കേസുകൾക്കൊന്നും തന്നെ നമുക്ക് അവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആവില്ല നമ്മുടെ പോർട്ടലിൽ ഈ ഒരു റെക്ടിഫിക്കേഷൻ നൽകാനായിട്ട്. അതിന് ഇവർ ക്ലിയറായി പറയുന്നുണ്ട്, ഓഫീസർ തന്നെ ഈ ഒരു സർക്കുലറിൻ്റെയും 237 എന്നുള്ള സർക്കുലറിൻ്റെയും 22/2024 എന്നുള്ള നോട്ടിഫിക്കേഷൻ്റെയും മാനദണ്ഡത്തിൽ ഓഫീസർ തന്നെ പിന്നെ ഈ ഒരു റെക്ടിഫിക്കേഷൻ വോളണ്ടറി ആയിട്ട് നമുക്ക് ഓർഡർ നൽകുന്നതാണ്. വേർ നോ ഡിമാൻഡ് നോട്ടീസ് സ്റ്റേറ്റ്മെന്റ് ഹാസ് ബീൻ issued under section 73 or 74 of the CGST Act and the cases where an intimation DRC 01ൽ intimation കിട്ടിയ കേസുകൾക്കുൾപ്പെടെ നമുക്ക് നോട്ടീസ് പെൻഡിങ് കേസ് ആണെങ്കിൽ ഓഫീസർ shall take cognizance of the subsection 5 or subsection 6 of section 16 inserted retrospectively with effect from 1/7/2017 and take further appropriate action. റെട്രോസ്പെക്റ്റീവ് ആയിട്ട് 2017 തൊട്ട് നോട്ടീസ് പെൻഡിങ് കേസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓഫീസർ തന്നെ വോളണ്ടറി ആയിട്ട് ഓർഡർ തരുന്നതാണ്. നമ്മൾ സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകേണ്ടതില്ല. ഈ ഒരു സാഹചര്യം അങ്ങനെ വരാൻ സാധ്യതയില്ല. 17, 18 നോട്ടീസ് ഒന്നും ഇപ്പം പെൻഡിങ് ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിലും ആ ഒരു സാധ്യതയും കൂടി ഈ സർക്കുലറിൽ പറയുന്നു. ഇനി എൻ്റെ 73, 74 ഓർഡർ ആണ് എനിക്ക് പെൻഡിങ്. നോട്ടീസ് വന്നു, ഓർഡർ ആണ്, റിപ്ലൈ കൊടുത്തിട്ട് ഓർഡർ ആണ് പെൻഡിങ്. ആ കേസിലും മുകളിൽ പറഞ്ഞ രീതിക്ക് തന്നെ ഓഫീസർ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് തന്നെ വോളണ്ടറി ആയി ആ ഒരു സർക്കുലറിന്റെയും നോട്ടിഫിക്കേഷന്റെയും മാനദണ്ഡത്തിൽ നമുക്ക് റെക്ടിഫിക്കേഷൻ ഓർഡർ നൽകുന്നതാണ്. അതുപോലെ തന്നെ 107, 108 അപ്പീൽ പെൻഡിങ് കേസുകൾക്കും ഓഫീസർ വോളണ്ടറി ആയി നമുക്ക് സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ പ്രൊസീജിയർ അനുസരിച്ച് റെട്രോസ്പെക്റ്റീവ് ആയിട്ട് ഓർഡർ നൽകുന്നതാണ്. നമ്മൾ പ്രത്യേകമായി ഒരു റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്യേണ്ടതില്ല. ഈ 6, 7, 8, 3 പെൻഡിങ് കേസസ് ആണ്. ആദ്യം പറഞ്ഞ 3 കേസ് ഓർഡറിന് എഗെയിൻസ്റ്റ് നൽകാം. അതെങ്ങനെ നൽകണം? അടുത്തത് പറഞ്ഞ പെൻഡിങ് കേസ് നമുക്ക് നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആൾക്കാർ വിളിച്ച് ചോദിച്ച സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി എനിക്ക് ഈ ഓർഡർ എങ്ങനെ പെൻഡിങ് ഇരിക്കുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട്, നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു കേസ് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളവർ ഒരു അഡീഷണൽ റിപ്ലൈ, ഇപ്പം നോട്ടീസ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ ഒരു അഡീഷണൽ റിപ്ലൈ കൊടുക്കുക, അല്ല ഓർഡർ സ്റ്റേജ് ആണെങ്കിൽ അഡീഷണൽ റിപ്ലൈ കൊടുക്കുക, നമ്മുടെ അപ്പീൽ പെൻഡിങ് ആണെങ്കിൽ ഒരു അഡീഷണൽ ഗ്രൗണ്ട്സ് ഓഫ് അപ്പീൽ കൂടി ഫയൽ ചെയ്യുക. അഡീഷണൽ റിപ്ലൈ ബൈ കോട്ടിംഗ് നോട്ടിഫിക്കേഷൻ 22/2024 ആൻഡ് സർക്കുലർ നമ്പർ 237 can be given for speedy conclusion of the proceedings only if needed. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്പീഡി ആയിട്ട് ഈ മാറ്റർ ക്ലോസ് ചെയ്യാൻ ഈ നോട്ടിഫിക്കേഷനും സർക്കുലറും കോട്ട് ചെയ്ത് ഒരു അഡീഷണൽ റിപ്ലൈ ഫയൽ ചെയ്ത് എത്രയും വേഗം റെക്ടിഫിക്കേഷൻ ഓർഡർ കരസ്ഥമാക്കാവുന്നതാണ്. അതാണ് നമുക്ക് ഈ പെൻഡിങ് കേസിൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ പോർട്ടലിൽ റെക്ടിഫിക്കേഷൻ നൽകേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കേസ് സെക്ഷൻ 161 ആണ് നമുക്ക് ബാക്കിയുള്ള കേസിലെല്ലാം ആപ്ലിക്കബിൾ. Special rectification procedure is only demands with the 16(4) cases.
148 അനുസരിച്ച് 148 നമ്മുടെ സെക്ഷൻ 16(5) അനുസരിച്ചുള്ള 16(4) കേസിന് മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ പ്രൊസീജിയർ ആപ്ലിക്കബിൾ. ബാക്കി എല്ലാ റെക്ടിഫിക്കേഷനും തന്നെ ഫോർ ഓൾ അതർ കേസസ് സെക്ഷൻ 161 ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. റിജക്ഷൻ ഉള്ള സാധ്യതയും ഇവിടെ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ റിജക്ഷൻ ഉള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതിൽ സപ്പോസ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കുന്ന നമ്മുടെ ഫയലിംഗ് സ്റ്റാറ്റസ് ആണ്. വിത്തിൻ ടൈം ലിമിറ്റ് November 30, 2021 നമ്മൾ ആപ്ലിക്കേഷൻ നമ്മുടെ ITC ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ബാക്കി ആപ്ലിക്കേഷൻ കൊടുത്തതും എല്ലാം കറക്റ്റ് ആണെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ലെങ്കിലും നമ്മൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ നൽകുക. അങ്ങനെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് ആപ്ലിക്കേഷൻ നൽകാനായിട്ട് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ എന്ന് പറയുന്നത് DRC 07, APL 04. നമ്മൾക്ക് ഒരു ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് ഇത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഓർഡർ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അനസ്റ്റോർ EA ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു തരും അതെങ്ങനെയാണെന്നുള്ളത്. അനസ്റ്റോർ A അപ്ലോഡ് ചെയ്യുക. GSTR 3B ഫയലിംഗ് സ്റ്റാറ്റസ് നമ്മൾ ആദ്യം പറഞ്ഞു. GSTR 3Bയിൽ നമ്മുടെ പോർട്ടലിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഫയലിംഗ് പീരീഡും ഡേറ്റും ഒക്കെ കിട്ടും. അത് നമുക്ക് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ കവറിംഗ് ലെറ്ററോ സ്റ്റേറ്റ്മെന്റ്സോ ഒക്കെ നമുക്ക് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു തെറ്റുകുറ്റങ്ങളും കൂടാതെ വളരെ കറക്റ്റായി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റിജക്ഷൻ ഇല്ലാതെ ഇതിൻ്റെ ഓർഡർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ്. ഇത് രണ്ടും നമുക്ക് മാൻഡേറ്ററി ആണ്. ആദ്യത്തെ രണ്ടും ഓർഡറും അനസ്റ്ററിയും. രണ്ടാമത്തെ ഫയലിംഗ് സ്റ്റാറ്റസും കവറിംഗ് ലെറ്ററും ഓപ്ഷണൽ ആണെങ്കിലും നമുക്കൊരു ക്ലാരിഫിക്കേഷനും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ഉണ്ടാവാതിരിക്കാൻ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് ഇത് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ 4ഉം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ തന്നെ ഡേറ്റ് നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. April 7 ആണ്. വിത്തിൻ 6 months ഓഫ് ദി ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ 7/4/2025 ആണ് ഈ ഒരു സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി പലരുടെയും സംശയമാണ് ഞാൻ അപ്പീൽ ഫയൽ ചെയ്തു എന്നാൽ എനിക്ക് പ്രീ ഡെപ്പോസിറ്റ് എലിജിബിൾ ആണോ റീഫണ്ടിന്? തീർച്ചയായും പ്രീ ഡെപ്പോസിറ്റ് എലിജിബിൾ ആണ്. അതിനകത്ത് സർക്കുലർ 23 ഒരു കൊറിജൻഡം ഇറങ്ങുകയുണ്ടായി. അത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു. ഈ ഒരു സർക്കുലറിന്റെ അറ്റാച്ച്മെന്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രീ ഡെപ്പോസിറ്റ് റീഫണ്ടിന് എലിജിബിൾ ആണ്. ഇവിടെ റെസ്ട്രിക്ഷൻ ഓൺ റീഫണ്ട് അണ്ടർ സെക്ഷൻ 150 അതെന്ന് പറയുന്നത് ഇതിനകത്ത് ആപ്ലിക്കബിൾ അല്ല. ഈ പ്രീ ഡെപ്പോസിറ്റ് എമൗണ്ട് പെയ്ഡ് ആസ് പ്രീ ഡെപ്പോസിറ്റ് ബൈ ദി ടാക്സ് പെയർ ആസ് പെർ സെക്ഷൻ 6 of 107 or subsection 8 of section 112 of CGST Act at the time of filing of an appeal where such appeals are decided in favor of the said taxpayer. കാരണം ഈ അപ്പീൽ ടാക്സ് പേയറുടെ ഫേവറബിൾ ആയിട്ട് ഓർഡർ ആകുന്ന സാഹചര്യത്തിൽ ഈ ഒരു റീഫണ്ടിന് ടാക്സ് പെയർ അർഹനാണ് എന്നാണ് ഈ ഒരു കൊറിജൻഡം നമുക്ക് ക്ലാരിഫിക്കേഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ പ്രീ ഡെപ്പോസിറ്റ് അടച്ചിട്ടുള്ളവർ റീഫണ്ടിനും കൂടി അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത ഒരു പോയിന്റ് നമുക്ക് ഏവർക്കും അറിയാം, GSTയിൽ എന്തെങ്കിലും നമ്മൾ അടച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് ലഭിക്കാൻ സാധ്യതയില്ല. നോ റീഫണ്ട് ഇഫ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൾറെഡി പെയ്ഡ് ഓർ ITC റിവേഴ്സ്. ഈ പോയിന്റുകളെല്ലാം തന്നെ നമ്മുടെ സർക്കുലറിൽ 237 സർക്കുലറിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്സ്ക്രൈബേഴ്സിന് വളരെ ഈസി ആയിട്ട് മനസ്സിലാകാനാണ് ഇതിന്റെ ക്രിസ്പി ആയിട്ടുള്ള ഒരു രൂപരേഖ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നൽകുന്നത്. If the order is only belongs to 16(4) and now ITC is available under section 16(5) or 16(6), only this special rectification application is enough and no need of filing SPL 01 and 02 under section 128A for the waiveness of interest and penalty for demand order against 16(4).
16.4 മാത്രമാണ് എൻ്റെ DRC 07-ൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഇഷ്യൂസും ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇൻട്രസ്റ്റും പെനാൽറ്റിയും നമ്മളുടെ ഓർഡറിൽ ഉണ്ട്. അത് നമ്മൾ അവിടെ നമ്മുടെ ലയബിലിറ്റി രജിസ്റ്ററിൽ ഉണ്ടെന്ന് വരികിൽ നമ്മൾ 128A നൽകേണ്ടതില്ല. നമ്മൾ ഈ ഒരു സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി. അതിൽ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റും പെനാൽറ്റിയും വേവ് ആവും. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ SPL 01 02 നൽകേണ്ടതില്ല 128A പ്രകാരം ഇൻട്രസ്റ്റും പെനാൽറ്റിയും വേവിനെസ്സിന്. കാരണം ഇത് അടച്ചിട്ടില്ലാത്തവരുടെ കേസാണ്. ഈ 15ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 16.4 മാത്രമാണ് എൻ്റെ കേസ്. ഞാൻ സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ എൻ്റെ ITC എലിജിബിൾ ആവാൻ വേണ്ടി ഫയൽ ചെയ്യുന്നു. എന്നാൽ അവിടെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഉണ്ട്. 16.5 16.6 ഫയൽ ചെയ്തിട്ട് വീണ്ടും 128A ഫയൽ ചെയ്യേണ്ടതില്ല. അങ്ങനെ ഫയൽ ചെയ്യാനായി നമ്മുടെ പോർട്ടൽ അനുവദിക്കുന്നുമില്ല. ഏതെങ്കിലും ഒന്ന് ഫയൽ ചെയ്യാനേ പോർട്ടൽ അനുവദിക്കുന്നുള്ളൂ. ഇപ്പം ഇത് മാത്രമേ ഉള്ളെങ്കിൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. മിക്സഡ് ആയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ 128 നൽകേണ്ട ആവശ്യകത വരുന്നത്. ഇനി മറ്റൊരു സിനാരിയോ എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി അമിനിസ്റ്റി സ്കീം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ടാക്സും അടച്ചു. എൻ്റെ 16.4 പ്രകാരമുള്ള ഇന്നെലിജിബിൾ ITC ഡിമാൻഡ് ഞാൻ അടച്ചു. അതിൽ ഞാൻ ഇൻട്രസ്റ്റും പെനാൽറ്റിയും അടച്ചില്ല. അതിപ്പോഴും എൻ്റെ ലയബിലിറ്റി രജിസ്റ്ററിലും ഓർഡറിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്നവർ സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ തന്നെയാണ് നൽകേണ്ടത്. ഈ SPL 01 02 128A അനുസരിച്ചുള്ളതല്ല നൽകേണ്ടത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നു. കാരണം 16.4 മാത്രമാണ് നിങ്ങളുടെ ഓർഡർ. നിങ്ങൾ ഓൾറെഡി പെയ്ഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റും പെനാൽറ്റിയും മാത്രമേ ഉള്ളൂ എങ്കിലും 128A നൽകേണ്ട ഈ DRC 07 ആ ഒരു ഓർഡർ ലയബിലിറ്റി ഇൻട്രസ്റ്റും പെനാൽറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ, അതായത് ഇപ്പം April 7 ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള 16.5 അനുസരിച്ചുള്ള സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ തന്നെ നൽകിയാൽ മതി. ഇൻട്രസ്റ്റും പെനാൽറ്റിയും വേവിനെസ് ആയി SPL 01 02 നൽകേണ്ടതില്ല. നിങ്ങൾക്കത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് സിനാരിയോ ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ടാക്സ് അടച്ചിട്ടില്ല, ഇപ്പോൾ സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിക്കും സെപ്പറേറ്റ് നമ്മൾ 128A കൊടുക്കണ്ട. എങ്ങനെയാണെങ്കിൽ എൻ്റെ ഓർഡർ 16.4 മാത്രമാണെങ്കിൽ. ഇനി അടുത്തത് 16.4ൻ്റെ പൈസ ഞാൻ നേരത്തെ അമിനിസ്റ്റി വരുന്നതിന് മുമ്പ് അടച്ചു. ഇൻട്രസ്റ്റ് പെനാൽറ്റി മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ വരികയിൽ 128A കൊടുക്കണ്ട. ഈ സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഫയൽ ചെയ്താൽ മതി. ഇനി അടുത്ത നമ്മൾ ഇത്രയും നേരം 16.5നെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി 16.6 ടൈം ലിമിറ്റ് ഓഫ് ITC ഇൻ കേസ് ഓഫ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ അണ്ടർ സെക്ഷൻ 16.6. ഇവിടെ ITC can be taken in any return filed within 30 days of revocation if it is not otherwise already time barred as per section 16.4. 16.4 നമ്മളുടെ ITC ഇപ്പോൾ റിവോക്കേഷൻ ചെയ്ത് കിട്ടി 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ റിട്ടേൺസ് എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റെക്ടിഫിക്കേഷൻ പ്രൊസീജിയർ അനുസരിച്ച് നമ്മുടെ ITC എലിജിബിൾ ആക്കാൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ എലിജിബിൾ ആണ്. നോ റീഫണ്ട് ഇഫ് ടാക്സ് ആൻഡ് ഇതിലും ഈ കേസിലും നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ഇല്ല. ഇതും 1/7/2017 തൊട്ട് ആ ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. 27/9/2024 തൊട്ട് ഇത് നോട്ടിഫൈഡ് ആണ്. അപ്പോൾ ക്യാൻസൽഡോ സസ്പെൻഡഡോ ആയ പീരീഡിൽ നമ്മളുടെ ITC നമുക്ക് ലഭിക്കാതെ വന്ന സാഹചര്യം ഉണ്ടെങ്കിൽ റിവോക്കേഷൻ ഓർഡർ ലഭിച്ച് നമുക്ക് 30 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ITC ലഭിക്കുന്നതാണ്. അത് 16.4 പ്രകാരം നേരത്തെ ടൈം ബാർ അല്ലാത്ത കേസിൽ ഈ വിത്തിൻ ടൈം പീരീഡിൽ ഇത് പറയുന്ന ടൈം പീരീഡിനുള്ളിൽ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്, റിട്ടേണും 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ITCക്ക് എലിജിബിൾ ആണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് ശ്രമിക്കാവൂ. അപ്പോൾ ഞാൻ ആദ്യം പറയുകയുണ്ടായി GSTR 3B ഫയലിംഗ് സ്റ്റാറ്റസ്. ഇനി നമ്മൾ GSTR 3B ഫയലിംഗ് സ്റ്റാറ്റസ് ഇവിടുന്ന് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തും കൂടി ഷെയർ ചെയ്യാം. ഈ ഒരു 3B ഫയലിംഗ് സ്റ്റാറ്റസ് നമ്മൾ ആദ്യം പറഞ്ഞു. സെർച്ച് ടാക്സ് പേയർ,
ഇവിടെ നമുക്ക് GSTN വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഷോ ഫയലിംഗ് ടേബിൾ കാണിക്കും. അവിടെ നമ്മളിപ്പോൾ പീരീഡ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ 17-18 നമുക്കിവിടെ ഫയലിംഗ് സ്റ്റാറ്റസ് കാണാം. അതുപോലെ 18-19 ഈ രീതിക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് വെച്ച് 20-21 ഇങ്ങനെ നമുക്ക് ഈ രീതിക്ക് സ്ക്രീൻഷോട്ട് കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് നമുക്ക് പോർട്ടലിൽ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകുന്നത് നോക്കാം. നമ്മൾ സർവീസസിൽ പോയി യൂസർ സർവീസസിൽ നമ്മൾ മൈ ആപ്ലിക്കേഷൻസ് എടുത്തു. അവിടെ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോർ റെക്ടിഫിക്കേഷൻ ഓൺ ഓർഡർ ന്യൂ ആപ്ലിക്കേഷൻ ഇതാണ് നമുക്ക് ഫയൽ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത്. കൈൻഡ്ലി നോട്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു അപ്ലോഡ് അനസ്റ്റോർ എ. നമ്മൾ അനസ്റ്റോർ എയും കൂടി അപ്ലോഡ് ചെയ്യണം ഈ 22/2024 എന്നുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം. അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് ഓർഡർ അണ്ടർ നോട്ടിഫിക്കേഷൻ നമ്പർ 22/2024 ഡേറ്റഡ് 8/10 എന്നുകൂടി നമ്മുടെ ഗ്രൗണ്ട്സ് ഓഫ് റെക്ടിഫിക്കേഷനിൽ നമ്മൾ നൽകുകയും കൂടി വേണം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ അനസ്റ്റോർ എ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൻ്റെ പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ സൈറ്റിൽ നിന്ന് തന്നെ വേർഡ് ഫോർമാറ്റിൽ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഗ്രൗണ്ട്സ് ഓഫ് അപ്പീൽ ഇവിടുന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ കോപ്പി ചെയ്തു ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. ആപ്ലിക്കേഷൻ ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് ഓർഡർ അണ്ടർ നോട്ടിഫിക്കേഷൻ നമ്പർ 22/2024 8/10/2024. ഇവിടെ നമുക്കിവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരും ഓർഡർ നമ്പറും ഓർഡർ ഡേറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ അപ്ലോഡ് ചെയ്യാനാണ്. നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ പറഞ്ഞു നമ്മൾ 4 ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്താൽ നമുക്കിത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് തന്നെ നൽകാൻ സാധിക്കും. ആദ്യം ഓർഡർ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് അനസ്റ്റോർ എ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് GSTR 3B ഫയലിംഗ് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കൊരു കവറിംഗ് ലെറ്ററും അപ്ലോഡ് ചെയ്യാം. ഇത്രയും ആണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. DRC 07 നിങ്ങൾക്ക് അറിയാം. ഇനി അനസ്റ്റോർ എ ഞാനൊന്ന് കാണിക്കാം. ഇതൊരു ഫില്ല് ചെയ്ത ഫോർമാറ്റ് ആണ് അനസ്റ്റോർ എ. നമ്മുടെ GST നമ്പറും പേരും ഒക്കെ കൊടുക്കുക, നമ്മുടെ ഓർഡർ റെഫറൻസ് നമ്പർ കൊടുക്കുക, ഓർഡർ ഡേറ്റ് കൊടുക്കുക. അതിൽ 3 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. ആദ്യത്തെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, രണ്ടാമത്തത് ഡിമാൻഡ് ഓർഡറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഇവിടെ IGST, CGST, SGST ഇൻക്ലൂഡിംഗ് സെസ്, ഇൻട്രസ്റ്റ് പെനാൽറ്റി എന്നിവയെല്ലാം നമ്മളിവിടെ കൊടുക്കണം. രണ്ടാമത് ഔട്ട് ഓഫ് ദി എമൗണ്ട് മെൻഷൻഡ് ഇൻ ദി ടേബിൾ ഇൻ സീരിയൽ നമ്പർ 2. സീരിയൽ നമ്പർ ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതിൽ ടോട്ടൽ നമ്മൾ അടിച്ചതിൽ എത്രയാണ് സബ്സെക്ഷൻ 16(5)മായി ബന്ധപ്പെട്ടത് എന്നാണ് നമ്മൾ ഈ ടേബിളിൽ അടിക്കേണ്ടത്. ചിലപ്പോൾ ഡിമാൻഡ് ഓർഡറിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഗ്രാൻഡ് ടോട്ടൽ വേറെ ആയിരിക്കാം. 16(4) മാത്രമാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് ഓർഡറിൽ എത്രയാണെന്ന് ടൈപ്പ് ചെയ്യുക, 16(5)ൽ എത്രയാണെന്ന് നമ്മൾ അതിൻ്റെ ബ്രേക്കപ്പ് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് 16(6)ുമായിട്ട് ബന്ധപ്പെട്ട് സബ്സെക്ഷൻ 16(6)ുമായിട്ട് ബന്ധപ്പെട്ട് എത്രയാണ് ഡീറ്റെയിൽ ഉള്ളത്. ഇവിടെ 16(6)ൽ ഇല്ലാത്തതുകൊണ്ടാണ് ബ്ലാങ്ക്. എന്നിട്ടൊരു ഡിക്ലറേഷനും കൂടി നൽകുക.
ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ നൽകി നമ്മുടെ മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു. ഇതാണ് അനസ്റ്റോർ എയുടെ ഒരു ഫോർമാറ്റ്. വളരെ സിമ്പിളാണ്. ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഫയലിംഗ് സ്റ്റാറ്റസ് കൂടി അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ ഫയലിംഗ് സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഒരു കവറിംഗ് ലെറ്റർ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ജസ്റ്റ് ഞാൻ ഫോർമാറ്റ് നിങ്ങൾക്കായിട്ട് കാണിക്കുകയാണ്. ഒരു 16(5) നോട്ടിഫിക്കേഷൻ സെക്ഷൻ 148 പ്രകാരം ഇങ്ങനെ 30 നവംബറിനുള്ളിൽ ഞാൻ ചെയ്തിരിക്കുന്നു. റിട്ടേൺ ഡീറ്റെയിൽസ് ഒക്കെ വെക്കുന്നു. ഇനി ജസ്റ്റ് ഒരു ഫോർമാറ്റ് ആണ്. ഇതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളോ എന്തെങ്കിലും എക്സ്പ്ലനേറ്ററി ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് തന്നെ കവറിംഗ് ലെറ്റർ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ഡേറ്റായി, ഓർഡർ നമ്പറായി, അനസ്റ്റേഴ്സായി നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തു. ഇനി ഇവിടെ ഫയലിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനി ഫയൽ ചെയ്യുക. ഇവിടെ നമുക്ക് OTP എടുക്കുക. ഇത് മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു സ്പെഷ്യൽ റെക്ടിഫിക്കേഷൻ പ്രൊസീജിയർ. നമ്മൾ മൈ ആപ്ലിക്കേഷൻസിൽ പോയി ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് കാണിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഇത് ഏവർക്കും വളരെ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. കാരണം ഒരുപാട് പേർക്ക് സംശയമുണ്ട്. കാരണം ഇത് ഞാൻ വിഡ്രോ ചെയ്യണോ, ഞാനിത് അപ്പീൽ പെൻഡിങ് കേസിൽ എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വിഡ്രോ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരുന്നില്ല. അത് നമ്മളുടെ ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റിക്കാണ് അപ്പീൽ കൊടുത്തവർ വിഡ്രോ ചെയ്യുന്നത്. 16(5)മായിട്ട് ബന്ധപ്പെട്ടവർ അപ്പീൽ പെൻഡിങ് ആണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഓഫീസർ തന്നെ, ജുറിഡിഷ്യൻ തന്നെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ്റെയും സർക്കുലറിൻ്റെയും മാനദണ്ഡത്തിൽ റെക്ടിഫിക്കേഷൻ ഓർഡർ നൽകുന്നതാണ്. നമ്മൾ പിന്നീട് ഫയൽ ചെയ്യേണ്ടതില്ല. അങ്ങനെ നമ്മൾക്ക് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ഒരു അഡീഷണൽ റിപ്ലൈ കൊടുത്താൽ മതി. ഇവിടെ വിഡ്രോവലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നുള്ള എല്ലാ പോയിന്റുകളും വളരെ കൃത്യമായി നോട്ടിഫിക്കേഷനും സർക്കുലറും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ഉൾപ്പെടെ ഞാനിവിടെ സബ്സ്ക്രൈബേഴ്സിന് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു സുവർണ അവസരമാണ് നമ്മളുടെ ഇൻഎലിജിബിൾ ITC എലിജിബിൾ ആയി കിട്ടുക എന്നുള്ളത്. ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എല്ലാ ടാക്സ് പേയേഴ്സും പ്രൊഫഷണൽസും ഉപയോഗപ്പെടുത്തി ഏപ്രിൽ 7 മുമ്പ് തന്നെ നിങ്ങളുടെ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നൽകുക. എല്ലാവരും അവരുടെ ഇൻഎലിജിബിൾ ആയ ITC എലിജിബിൾ ആക്കുക. അതുപോലെ പ്രീ ഡെപ്പോസിറ്റ് അടച്ചവർക്ക് റീഫണ്ടിന് അപേക്ഷ നൽകാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി 128A എന്നുള്ള പാർട്ട് 2ന്റെ വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. അതുവരെയും നന്ദി, നമസ്കാരം.